ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 9ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു കുടുംബം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരെൻ്റെ പക്കൽ വന്നിട്ട് വളരെ ഭവ്യതയോടെ പരുങ്ങലോടെ ഒരു കാര്യം പറയുകയാണ്. നല്ല കത്തോലിക്ക പാരമ്പര്യത്തിലും നല്ല ആത്മീയ ജീവിതത്തിൻ്റെ ചിട്ടകളിലെല്ലാം ആഴപ്പെട്ടു പോകുന്ന നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുടുംബമാണ്. അവരുടെ കുടുംബത്തെ പക്ഷെ കുറേ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിശദീകരിക്കാൻ എളുപ്പമല്ലാത്ത കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് നന്നായിട്ടറിയാം. അപ്പോൾ അവർ നല്ല കൃപയുള്ള നമ്മുടെ ഒരു അച്ഛൻ്റെ പക്കൽ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പം അച്ഛനൊരു സൗകര്യം കിട്ടിയ അവസരം അവർ വീട്ടിൽ കൂടെ വന്നു. അച്ഛൻ്റെ കൂടെ ഒരു സഹോദരനുണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് അച്ഛനിപ്പോൾ പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞാൻ മുറിയിലൊക്കെ കയറി. ഇന്നലെ അച്ഛൻ ആ കൂടെ സഹോദരനോട് പറഞ്ഞ് ഇവരെ കൂടെ കൂട്ടിക്കൊണ്ട് അകത്തെ ഒരു മുറിയുടെ സൈഡിൽ ഇങ്ങനെ ഷെയ്ഡ് വാർത്തിരിക്കുന്നതിന് മുകളിൽ കയറി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവര് കയറാൻ പറ്റിയ ആൾ ഈ പയ്യനേ ഉള്ളൂ. അവൻ കയറി അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൂടത്ര സാധനം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇത് അവരുടെ കൺമുമ്പിൽ വെച്ചാണ് എടുക്കുന്നത്. അവർക്കത് അവിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷെ വിശ്വസിക്കാനും പറ്റുന്നില്ല. അച്ഛൻ എന്നിട്ട് അതേപ്പറ്റി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു, കൊണ്ടുപോയി കൊണ്ടു കളഞ്ഞു. അപ്പൊ ഇവരെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്റെ മുഖത്ത് നോക്കി ശങ്കയോടെ നിന്നിട്ട് ചോദിക്കുക, അച്ഛാ ഞങ്ങൾ പറഞ്ഞ ക്ഷമിക്കണം, ഞങ്ങൾക്ക് സംശയം തോന്നി പോകുകയാണ്. പിന്നെ അച്ഛൻ തന്നെ അതിനിടയ്ക്ക് പയ്യനെ കൊണ്ട് അവിടെ വെപ്പിച്ചതാണോ എന്നിട്ട് എടുപ്പിച്ചതാണോ സംശയം തോന്നുക. സഹോദരങ്ങൾ, നമ്മൾ കഴിഞ്ഞ സെഷനൊക്കെ ഞങ്ങൾ ചില കാര്യം പറയുകയുണ്ടായി. ഈ മന്ത്രവാദ കൂടോത്ര പ്രയോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ചെയ്യുന്നവരിങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് കയറി പരിക്കകത്ത് കയറി തട്ടുപുറത്ത് കയറി ഒന്നും വെക്കേണ്ട കാര്യമില്ല, അല്ലാതെ വെക്കാനായിട്ട് പറ്റും എന്ന കാര്യം. സഹോദരങ്ങളെ, ആത്മീയ മേഖല ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമുക്ക് വിശദീകരിക്കാൻ എളുപ്പമല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. അപ്പം കേൾക്കുമ്പം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. അപ്പോൾ എന്താ നമുക്കൊരു പ്രതിവിധി? ഇങ്ങനെ കാര്യങ്ങൾ വരാതിരിക്കാൻ ഇത് എടുത്തു കളയാന്നുള്ള പ്രതിവിധി അല്ല നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ ആത്മീയമായ കരുത്തിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി. ഇത് ഇങ്ങനെ ചെയ്യിക്കുന്നവർക്ക് ഒരു സാധനം ഒരു വീട്ടിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരെന്താ ചെയ്യുക? അവർ കുറെ കൂടെ ശക്തി കൂടിയ പൈശാചിക ക്ഷുദ്രം ചെയ്യ വസ്തുക്കൾ അവിടെ എത്തിക്കാനോട്ട് നോക്കും, പോകാതിരിക്കാൻ അതേ നോക്കുള്ളൂ. അതല്ലേ മത്തായി 12, 43, 44, 45 വാക്കുകൾ ഈശോ പറയുന്നില്ലേ? ഒരാഴ്ച പോയി കഴിയുമ്പം തിരിച്ചു കയറാൻ നോക്കുമ്പം ആളൊഴിഞ്ഞ് കിടക്കുന്നത് കാണുമ്പം തന്നേക്കാൾ ദുഷ്ടനായ 7 കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ദുഷ്ടത കൂടിയതിനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ആ വ്യക്തിയുടെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായി തീരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെറുതെ പെറുക്കിക്കളഞ്ഞ് കാര്യം പ്രശ്നം തീർക്കാൻ നോക്കിയാൽ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും കട്ടിക്കൂടി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താ പ്രതിവിധി? അവർക്ക് അതിനെ കട്ടിക്കൂടി ചെയ്യാനായിട്ട് നോക്കുമ്പം ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകണം. ഇതെനിക്ക് വീണ്ടും ആവർത്തിച്ച് പറയാനായിട്ടുള്ളത്. ലൂക്ക 10:19 കണ്ടത് ഞാൻ ആവർത്തിക്കുകയാണ്. പാമ്പുകളുടെ, തേളുകളുടെ, ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നിറക്കാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, എത്ര ഗുണോത്തര ക്ഷുദ്രപ്രയ ആഭിചാര കാര്യങ്ങൾ ആൾക്കാർ എന്തെല്ലാം നമുക്ക് തന്നെ ചെയ്താലും ചെയ്തോട്ടെ, അവർ ചെയ്തവിടെ കിടപ്പുണ്ടെങ്കിൽ അതിന് മീതെ ചവിട്ടി നിറക്കാൻ ഈശ്വരൻ അധികാരം അങ്ങനെയാണ്. ഇനി പുത്രൻ ചെയ്യാൻ നോക്കുകയാണെങ്കിലോ നമ്മൾ നല്ല അഭിഷേകം നിലവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിട്ട് ചെയ്യാൻ മേലാത്ത അവസ്ഥ ഉണ്ടാകും. അവർക്കിട്ട് ചെയ്യാൻ നോക്കി ഞങ്ങൾക്കിട്ട് പണി കിട്ടും എന്നുള്ള അവസ്ഥ. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞില്ലേ, അമർത്തിച്ച് പറയുന്ന കാര്യം. ആ ഡോക്ടർ അങ്ങനെ ചെയ്തു, സിസ്റ്ററിൻ്റെ എതിരായിട്ട്, പക്ഷെ തിരിച്ചിട്ട് കിട്ടി. അപ്പം അങ്ങനെ പനക്കെട്ട് ഞെക്കിരിക്കെട്ടെന്ന് പറഞ്ഞ പോലെ തിരിച്ചു കിട്ടൊക്കെ നമ്മൾ ആത്മീയ കരുത്തിലേക്ക് വരണം. നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ എന്തുമാത്രം രോഗാണുക്കളുണ്ട്. നാം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ, ഒരു ഹാളിലായിരിക്കുമ്പോൾ എന്തെല്ലാം ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് ശ്വാസോച്ഛ്വാസം വഴി ജലദോഷത്തിൻ്റെയും പനിയുടെയും മറ്റെന്തെല്ലാം വൈറൽ രോഗങ്ങളുടെയും ഒക്കെ അണുക്കൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. ഇങ്ങനെയുള്ള അണുക്കളെ മുഴുവനും എന്തെങ്കിലും സ്പ്രേ അടിച്ച് അല്ലെങ്കിൽ പുകച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് മാത്രം ഞാൻ ശ്വാസം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മൂക്കും വായും പൊത്തി കൊടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പോയാൽ എന്നാ സംഭവിക്കും? ശ്വാസം പിടിച്ചത് പോവുകയുള്ളൂ. അങ്ങനെ ഇരിക്കാൻ പറ്റിയല്ല. അപ്പൊ ഈ രോഗാണുക്കളെല്ലാം ചുറ്റുപാടും ഉണ്ടായിരിക്കും. സാമാന്യനെ ഉള്ളതെല്ലാം എല്ലായിടത്തും ഉണ്ട്. അതിനെല്ലാം മറികടക്കാൻ മാത്രം, ചെറുത്ത് വെക്കാൻ മാത്രമുള്ള ആത്മീയ ആരോഗ്യത്തിലേക്ക് ഒരു ശരീരം വരണം. ആരോഗ്യം മെച്ചപ്പെടുത്തുക.
അവരുടെ ആത്മീയമായ കരുത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക. നമുക്കെതിരെയുള്ള തിന്മയുടെ ഉപദ്രവങ്ങളെല്ലാം മറികടക്കാൻ ഇത് മാത്രമേ പ്രതിവിധിയായിട്ടുള്ളൂ. അതാണ് ആളൊഴിഞ്ഞ് വീടാകരുതെന്ന് പറയുന്നത്. ആളുള്ള വീടാകണം. ആള് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി കഴിഞ്ഞാൽ നമുക്കെതിരെ ഒരു തിന്മയുടെ അവിചാരവും ശത്രുവും ഒന്നും ഏശുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സാന്നിധ്യവും സഹായവും സംരക്ഷണം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.